ഹായ്, നിങ്ങളുടെ മെറ്റ ആഡ്സ് ഒന്നും പണ്ടത്തെ പോലെ വർക്ക് ചെയ്യുന്നില്ലേ? എത്ര കാശ് മുടക്കിയിട്ടും ഒരു റിസൾട്ടും കിട്ടുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്: ആൻഡ്രോമിഡ. അപ്പോൾ മെറ്റ ആഡ്സിന്റെ ഈ പുതിയ കളികളെ എങ്ങനെ അതിജീവിക്കാമെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ആഡ്സൊക്കെ പെട്ടെന്നൊരു ദിവസം പെർഫോം ചെയ്യാതെ ആയിട്ടുണ്ടോ? ഒരുപാട് കാശ് മുടക്കിയിട്ടും പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടുന്നില്ലല്ലേ? വിഷമിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ലോകം മുഴുവനുമുള്ള അഡ്വർടൈസർമാർ ഇപ്പോൾ ഇതേ തലവേദനയിലാണ്. ഈ പ്രശ്നത്തിനെല്ലാം കാരണം ഒരാളാണ്: ആൻഡ്രോമിഡ. എന്താണ് ഈ ആൻഡ്രോമിഡ എന്നല്ലേ ചിന്തിക്കുന്നത്? സിമ്പിളായി പറഞ്ഞാൽ ഇത് മെറ്റയുടെ പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അൽഗോരിതമാണ്. ഇത് വന്നതോടെ ആഡ്സ് എങ്ങനെ വർക്ക് ചെയ്യണം, ആര് കാണണം എന്നതിന്റെ റൂൾ ബുക്ക് തന്നെ മൊത്തത്തിൽ മാറിപ്പോയി. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം മെറ്റായുടെ പുതിയ പ്രശ്നം എന്താണെന്ന് നോക്കും, പിന്നെ ഈ ആൻഡ്രോമിഡ വരുത്തിയ മാറ്റങ്ങൾ, അത് കഴിഞ്ഞ് നമുക്ക് മുന്നിലുള്ള വഴികളേതൊക്കെയാണെന്ന് കാണാം, അതിലേറ്റവും നല്ല സൊല്യൂഷൻ ഏതാണെന്നും അതെങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു 7 സ്റ്റെപ്പ് പ്ലാനും നമ്മൾ നോക്കും. അവസാനം പുതിയ രീതിയിൽ സക്സസ് എങ്ങനെ അളക്കാമെന്നും കാണാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? സെക്ഷൻ 1: മെറ്റായുടെ പുതിയ തലവേദന. എന്തുകൊണ്ടാണ് നമ്മുടെ വർഷങ്ങളായിട്ടുള്ള സ്ട്രാറ്റജികളൊന്നും ഈയിടെയായിട്ട് വർക്ക് ചെയ്യാതെ പോയത്? നമുക്ക് നോക്കാം. ഇതിന്റെ പ്രധാന കാരണം വോളിയമാണ്. 10,000 മടങ്ങ് അത്രയും പരസ്യങ്ങളാണ് മെറ്റായുടെ സിസ്റ്റത്തിന് ഇപ്പോൾ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നത്. കാരണം AI വെച്ച് ആർക്കും ഇപ്പോൾ ആയിരക്കണക്കിന് ആഡ്സ് ഈസിയായി ഉണ്ടാക്കാം. അപ്പോൾ ഈയൊരു പ്രളയത്തെ നേരിടാനും ക്വാളിറ്റി ഇല്ലാത്ത ആഡ്സിന് ഫിൽറ്റർ ചെയ്യാനുമാണ് മെറ്റ ആൻഡ്രോമീഡിയയെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, പണ്ടത്തെ പോലെ ഒരൊറ്റ ഹുക്കിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി ആഡ്സ് റൺ ചെയ്യുന്ന പരിപാടിയൊന്നും ഇപ്പോൾ വർക്കാവുന്നില്ല. ഇത് നമ്മുടെ കോസ്റ്റ് കൂട്ടാനും റിസൾട്ട്സ് താഴോട്ട് പോകാനും കാരണമായി. ഓക്കെ, അടുത്ത സെക്ഷൻ: ദി ആൻഡ്രോമിഡ പാരഡൈം ഷിഫ്റ്റ്. ഇവിടെ നമ്മൾ 2 പ്രധാന മാറ്റങ്ങളെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഉറപ്പായും മനസ്സിലാക്കിയിരിക്കണം. ഈയൊരു വാചകം മനസ്സിലുറപ്പിച്ചോളൂ: ക്രിയേറ്റീവ് കൺട്രോൾസ് ടാർഗറ്റിംഗ്. അതായത് നിങ്ങളുടെ ക്രിയേറ്റീവാണ് നിങ്ങളുടെ ടാർഗറ്റിങ്ങിനെ നിയന്ത്രിക്കുന്നത്. ഇതാണ് പുതിയ നിയമം. സിമ്പിളായി പറഞ്ഞാൽ, പണ്ടത്തെ പോലെ ഇൻട്രസ്റ്റ് സെറ്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യുന്ന പരിപാടിക്ക് ഇപ്പോൾ പഴയ പവറില്ല. ഇപ്പോൾ ബ്രോഡ് ടാർഗറ്റിംഗ് ആണ് ഡീഫോൾട്ട്. നിങ്ങളുടെ ആഡിന്റെ മെസ്സേജാണ് അതിന്റെ ഓഡിയൻസിനെ കണ്ടെത്തുന്നത്, അല്ലാതെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് സെറ്റിംഗ്സ് അല്ല. രണ്ടാമത്തെ മാറ്റമാണ് ആഡ് ഫെറ്റീഗ് ഓൺ സ്റ്റീറോയിഡ്സ്. സാധാരണ നമുക്ക് ഒരു ആഡ് കണ്ട് മടുക്കുന്നതിനെയാണല്ലോ ആഡ് ഫെറ്റീഗ് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഈ പുതിയ അൽഗോരിതത്തിന് ഭയങ്കര പെട്ടെന്നാണ് മടുക്കുന്നത്. ഒരേ മെസ്സേജ് തന്നെ വീണ്ടും വീണ്ടും കാണിച്ചാൽ സിസ്റ്റം ആ ആഡിനെ അഗ്രസീവായിട്ട് തഴയും. അതുകൊണ്ട് പണ്ടത്തെ പോലെ ഒരേ ക്യാമ്പയിൻ വീണ്ടും റീലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഓക്കെ, സെക്ഷൻ 3: അഡ്വർടൈസർമാർക്ക് മുന്നിലുള്ള 2 വഴികൾ. ഇപ്പം നമ്മുടെ മുന്നിൽ 2 വഴികളാണുള്ളത്. ഒന്നുകിൽ ഹൈ വോളിയം, അതായത് ഒരുപാട് ആഡ്സ് ഉണ്ടാക്കി സിസ്റ്റത്തിനെ ബീറ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഡൈവേഴ്സിറ്റി, അതായത് തന്ത്രപരമായ വൈവിധ്യത്തോടെ സിസ്റ്റത്തിന്റെ കൂടെ വർക്ക് ചെയ്യുക. ഈ 2 വഴികളും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ സംഭവം ക്ലിയർ ആകും. പാത്ത് 1, അതായത് ഹൈ വോളിയം. ഇവിടെ ആഴ്ചയിൽ 50-ൽ കൂടുതൽ ആഡ്സ് ഉണ്ടാക്കണം. വർക്ക് ലോഡ് ഭയങ്കര കൂടുതലാണ്. കോസ്റ്റ് എപ്പോൾ വേണമെങ്കിലും കൂടാം. ബ്രാൻഡിന്റെ കൺട്രോൾ കുറവായിരിക്കും. ഇനി പാത്ത് 2, സ്ട്രാറ്റജിക് ഡൈവേഴ്സിറ്റി. നോക്കൂ, മാസത്തിലൊരു 15-20 ആഡ്സ് മതി. വർക്ക് ലോഡ് കുറവ്, കോസ്റ്റ് സ്റ്റേബിളായിരിക്കും. പിന്നെ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. ഇതിലേതാണ് സ്മാർട്ട് ചോയ്സ് എന്ന് വ്യക്തമല്ലേ? അപ്പോൾ നമുക്ക് ആ രണ്ടാമത്തെ വഴി, സ്ട്രാറ്റജിക് ഡൈവേഴ്സിറ്റി സൊല്യൂഷനിലേക്ക് കടക്കാം. എണ്ണത്തിലല്ല, കാര്യം ക്വാളിറ്റിയിലും വെറൈറ്റിയിലുമാണ്. അതെന്തുകൊണ്ടാണെന്ന് നോക്കാം. ഈ സ്ട്രാറ്റജിക് ഡൈവേഴ്സിറ്റിയുടെ പ്രധാന തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1, 1 ആഡ് 1 മെസ്സേജ്. അതായത് ഓരോ ആഡിനും അതിൻ്റേതായ യുണീക്ക് ഹുക്ക്, ബോഡി, കോൾ ടു ആക്ഷനൊക്കെ വേണം. 2, മെജോറിറ്റി മൈനോറിറ്റി ഹുക്കുകൾ ഉപയോഗിക്കുക. അതായത് കൂടുതൽ ആളുകളെ ആകർഷിക്കുന്ന ഹുക്കുകളുടെ കൂടെ ചെറിയൊരു വിഭാഗത്തെ ടാർഗറ്റ് ചെയ്യുന്ന നിഷ് ഹുക്കുകളും വേണം. ഇത് റീച്ച് കൂട്ടാൻ സഹായിക്കും. 3, എല്ലാം ഫുള്ളി സ്ക്രിപ്റ്റഡ് ആയിരിക്കണം. അപ്പോൾ നമുക്ക് മെസ്സേജിൽ ഫുൾ കൺട്രോൾ കിട്ടും. 4, വർക്ക് ലോഡ് വളരെ കുറവാണ്. മാസത്തിലൊരു 15 യുണീക്ക് വീഡിയോസ് എടുത്താൽ മതി, അല്ലാതെ 200 എണ്ണം വേണ്ട. 5, റിസൾട്ട്സ് പ്രൂവൺ ആണ്. സ്റ്റേബിൾ കോസ്റ്റിൽ നല്ല റിസൾട്ട്സ് കിട്ടും. ശരി, അപ്പോൾ ഈ സ്ട്രാറ്റജിക് ഡൈവേഴ്സിറ്റി എങ്ങനെ നടപ്പിലാക്കും? തിയറി കേൾക്കാൻ കൊള്ളാം, പക്ഷേ പ്രാക്ടിക്കലായി എന്ത് ചെയ്യണം? അതിനുള്ള ഒരു 7 സ്റ്റെപ്പ് ആക്ഷൻ പ്ലാനാണ് നമ്മളിനി നോക്കുന്നത്. സ്റ്റെപ്പ് 1: നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ മോട്ടിവേഷൻസും, അവരുടെ പ്രശ്നങ്ങൾ, ആഗ്രഹങ്ങൾ എല്ലാം മാപ്പ് ചെയ്യുക. സ്റ്റെപ്പ് 2: ഓരോ മോട്ടിവേഷനും വേണ്ടി കംപ്ലീറ്റ് യുണീക്ക് സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കുക. സ്റ്റെപ്പ് 3: ഓരോ സ്ക്രിപ്റ്റും ഓരോ പുതിയ വീഡിയോ ആയിട്ട് തന്നെ ഷൂട്ട് ചെയ്യുക. സ്റ്റെപ്പ് 4: മൈനോറിറ്റി ഹുക്കുകൾക്കുള്ള ഐഡിയ കിട്ടാൻ
ChatGPT പോലുള്ള ടൂൾസ് ഉപയോഗിക്കാം. സ്റ്റെപ്പ് 5 എല്ലാം ഓർഗനൈസ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, പെർഫോമൻസ് മോണിറ്റർ ചെയ്യുക. സ്റ്റെപ്പ് 6 നിങ്ങളുടെ കയ്യിലുള്ള അധികം ക്രിയേറ്റീവ്സ് വെച്ച് ആഡ്സ് റെഗുലറായിട്ട് റിഫ്രഷ് ചെയ്യുക. സ്റ്റെപ്പ് 7 നിങ്ങളുടെ റിസൾട്ട്സിനെ ഇൻഡസ്ട്രി ഡേറ്റയുമായിട്ടും ബെഞ്ച്മാർക്ക് ചെയ്യുക, അതായത് താരതമ്യം ചെയ്തു നോക്കുക. അടുത്തത് സെക്ഷൻ 7. ഈ പുതിയ സ്ട്രാറ്റജിയിലെ വിജയം എങ്ങനെ അളക്കാം? നമ്മുടെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിനാണ് ബെഞ്ച് മാർക്കുകൾ. ഒരു ഉദാഹരണം നോക്കാം. ലീഗൽ സർവീസസ് ഇൻഡസ്ട്രിയിൽ ലീഡ് ജെൻ ആഡ്സിന് ഒരു ക്ലിക്കിന് വരുന്ന ആവറേജ് കോസ്റ്റ് എത്രയാണെന്നറിയാമോ? $8.50. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഓരോ ഇൻഡസ്ട്രിയിലും കോസ്റ്റ് ഭയങ്കരമായി വ്യത്യാസപ്പെടാം. അതുകൊണ്ട് നിങ്ങളുടെ ഇൻഡസ്ട്രിയിലെ ആവറേജ് അറിയുന്നത് വളരെ പ്രധാനമാണ്. ട്രാഫിക് ക്യാമ്പയിനുകളുടെ കോസ്റ്റ് പെർ ക്ലിക്ക് നോക്കിയാൽ അറ്റോർണീസ്, ഫാഷൻ ഇതിനൊക്കെ $1 മുകളിലാണ് ഒരു ക്ലിക്കിന് വരുന്ന ചെലവ്. പക്ഷേ ട്രാവൽ ഇൻഡസ്ട്രിക്ക് നോക്കൂ, വെറും 42 സെൻസ്. അപ്പോൾ നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണെന്നതിനനുസരിച്ച് കാര്യങ്ങൾ മാറും. കോസ്റ്റ് മാത്രമല്ല, ക്ലിക്ക് ത്രൂ റേറ്റ്, അതായത് CTRഉം നോക്കണം. നിങ്ങളുടെ ആഡ് കണ്ടവരിൽ എത്ര പേർ അതിൽ ക്ലിക്ക് ചെയ്തു എന്നതാണല്ലോ CTR. റിയൽ എസ്റ്റേറ്റിന് ലീഡ് ജനറേഷനിൽ 3.71% CTR കിട്ടുമ്പോൾ ലീഗൽ സർവീസസിന് അത് 1.92% മാത്രമാണ്. അപ്പോൾ ഓർക്കുക, സക്സസ് എന്ന് പറയുന്നത് കോസ്റ്റ് കുറയ്ക്കുന്നത് മാത്രമല്ല, ആളുകൾ എത്രത്തോളം എൻഗേജ് ചെയ്യുന്നു എന്നതും കൂടിയാണ്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. നിങ്ങളുടെ റിസൾട്ട്സിനെ ഈ ആവറേജുകളുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്തു നോക്കുക. നിങ്ങളുടെ മെട്രിക്സ് ഈ ശരാശരിയേക്കാൾ താഴെയാണെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ക്രിയേറ്റീവ് ആംഗിളുകൾ ഓഡിയൻസുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. അപ്പോൾ എൻ്റെ അവസാനത്തെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ ക്രിയേറ്റീവ് നിങ്ങളുടെ പുതിയ ടാർഗറ്റിംഗ് ആകാൻ റെഡിയാണോ? കാരണം ഓർക്കുക, ആൻഡ്രോമിഡയുടെ ഈ പുതിയ ലോകത്ത് നിങ്ങളുടെ ക്രിയേറ്റീവ് തന്നെയാണ് ടാർഗറ്റിംഗ്. ചിന്തിച്ചു നോക്കൂ.